നമ്മൾ വിവിധ ക്യാമ്പയിനുകൾ ഇതിനകം തന്നെ കണ്ടക്ട് ചെയ്യുകയുണ്ടായി. നമ്മുടെയൊക്കെ ആവശ്യം മാലിന്യമുക്ത നവകേരളം, അതായത് മാർച്ച് അവസാനത്തോടു കൂടി കേരളം മാലിന്യമുക്തമാക്കുക എന്ന വലിയൊരു ലക്ഷ്യത്തിലാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഹരിതസഭ മുതൽ ചെറിയ കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്കുള്ള ബോധവൽക്കരണം മുതൽ നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് പല ബോധവൽക്കരണ പരിപാടികളാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ തോടുമായി, നീർച്ചാലുകളുമായി കേന്ദ്രീകരിച്ച് നീർച്ചാലുകൾ വൃത്തിയാക്കുക, അതിൻ്റെ സുഗമമായ ഒഴുക്കിനെ നമ്മൾ പ്രാപ്തമാക്കുക. അതുപോലെ തന്നെ പാവനാടകം നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യേണ്ട ഒരു 3 ദിവസങ്ങളിലായിട്ട് 12 കേന്ദ്രങ്ങളിൽ പാവനാടകം, അതായത് മാലിന്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, അത് അവരിൽ നിന്ന് തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് ബോധവൽക്കരണമാണ് ഇതുകൊണ്ടൊക്കെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്കറിയാം, ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും കൊണ്ടുവെക്കാനുള്ള ഒരു പ്രവണത മനുഷ്യനിൽ അത് സാധാരണയാണ്. അപ്പം നമ്മൾ ഒരു ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പിന്നീട് മാലിന്യം നിക്ഷേപിക്കാൻ പാടില്ല എന്നുള്ള ഒരു ചെറിയ ഒരു ബോധമെങ്കിലും ജനങ്ങൾക്ക് ഉണ്ടാവും എന്നത് തന്നെയാണ്. മാത്രമല്ല, നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് വളരെ ഭംഗിയായിട്ട് അവർ ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന വളരെ എല്ലാ രീതിയിലും, എല്ലാ ഹോട്ടലുകളാണെങ്കിലും സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും അവർ നല്ല രീതിയിൽ ഇൻസ്പെക്ഷൻസ് നടത്തുന്നുണ്ട്. നല്ല രീതിയിൽ ഫൈൻ, അതായത് തെറ്റായിട്ട് കണ്ടെത്തിയ പല കാര്യങ്ങളിലും അവർ നല്ല രീതിയിൽ ഫൈനും ജനങ്ങളിൽ നിന്ന് മാപ്പപേക്ഷയും. കാരണം ഒരിക്കൽ ഞാൻ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ വീണ്ടും ആ തെറ്റ് ചെയ്യാൻ ആളുകളെ പ്രാപ്തമാക്കില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഭയങ്കര നല്ലൊരു സപ്പോർട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ്, ഈ ഒരു പരിപാടിക്കായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരും നേരത്തെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു പ്രദേശം പ്രത്യേകിച്ചും ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, കുട്ടികളുടെ ഇടയിൽ ഇതൊരു വൈബാണെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഈ ഒരു ഉദ്യാനപാത മാറുന്നുണ്ട്. അത് പല രീതിയിലാണ്, നമുക്കത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ആലോചിക്കാം. അപ്പം ഈ നെഗറ്റീവായിട്ട് തന്നെ നമ്മളത് മാറ്റിയെടുക്കുന്നതിന് ഇവിടെ ഒരുപാട് പദ്ധതികൾ ഈ ഒരു സമയത്ത് നമ്മൾ ഓപ്പൺ ജിമ്മായിട്ടും പിന്നെ നമ്മൾ CCTV ക്യാമറ, അതുമല്ല പുതിയൊരു പദ്ധതിയിലേക്ക് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിനെ നമ്മൾ വെച്ചിട്ടുണ്ട്, ഇതിനെ ബ്യൂട്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും നമ്മൾ ഉദ്യാനപാതയിൽ ഏതൊരു പ്രൊജക്റ്റ് വന്നാലും ഉദ്യാനപാതക്ക് നമ്മൾ മുൻഗണന കൊടുക്കാൻ കാരണം തന്നെ ജനങ്ങൾ ഇവിടെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ നാട് മാത്രമല്ല, പല ഭാഗത്തു നിന്നും ഇവിടെ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്നും കൂടി ഭംഗിയാക്കണം. നമ്മളെ വൈദ്യശാലയിൽ വന്ന ഒരു US പൗരൻ ഇപ്പം അടുത്ത് നമ്മളെ മുനിസിപ്പാലിറ്റിയിൽ വന്നിട്ട് അവർ ഒരു പിക്ചർ എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു തോടിൻ്റെ ഭാഗവും ഈ പാടവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം നമ്മളടുത്ത് പറഞ്ഞു, എത്രയും ഭംഗിയുള്ളൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഈ തോട് ഞങ്ങളും കൂടാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ക്യാമ്പയിൻ വരുന്നുണ്ട്, അപ്പോൾ അതിൽ ക്ലിയർ ആവും. പക്ഷെ നമ്മളെ ഒരു പ്രശ്നം ഇപ്പോൾ കിടക്കുന്നത് വെള്ളം കൂടുതലാണ്, എങ്കിലും മാക്സിമം പറ്റുന്ന രീതിയിലും പിന്നെ ഒരു മാർച്ചോട് കൂടി നമ്മൾ ഒന്നും കൂടി നമ്മൾ ഈ ക്ലീനിങ് പ്രോസസ്സിലേക്ക് ഇറങ്ങും. എന്തായാലും ഇവിടെ ഭംഗിയാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ മുഴുവൻ മാലിന്യമുക്തമാക്കുക എന്നുള്ളത് ജനങ്ങളുടെ സഹകരണത്തോടു കൂടി നടത്തുന്ന, പങ്കാളിത്തത്തോടു കൂടി നടത്തുന്ന പദ്ധതിയാണ്. അത് 100% വിജയിപ്പിക്കാൻ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.